UDF പറഞ്ഞതുപോലെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി എത്തിയിട്ടുണ്ട്. ഹൃദയസ്പർശിയായ ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച VM വിനുവാണത്. VM വിനു ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം. എന്തായാലും ഈ ഒരു ജനാധിപത്യത്തിൻ്റെ കളരിയിലേക്കുള്ളൊരു യാത്രയിലാണ്. എന്തു തോന്നുന്നു ഈ സ്ഥാനാർത്ഥിത്വം? ഞാൻ ജനിച്ച് വളർന്ന് നടന്നൊരു നഗരമെന്ന നിലയിലും അതിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടും അതിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടും ഒന്ന് ശ്രമിക്കാനുള്ളൊരവസരം കൂടിയായിട്ടാണ് ഞാനിത് കണക്കാക്കുന്നത്. അതുകൊണ്ട് അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കല്ലായി പോലുള്ള സ്ഥലത്ത് UDF വലിയ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. എങ്കിൽ പോലും അവിടെ ശക്തമായ ഒരു മത്സരത്തിന് വേണ്ടിയാണ് ഇറങ്ങുന്നത്. എൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ എങ്ങനെ? മാനസികമായിട്ട് ഞാൻ ഒരു തയ്യാറെടുപ്പിലൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ രാഷ്ട്രീയത്തിലൊന്നും വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അത് ഞാൻ നല്ലൊരു നിരീക്ഷകനാണ്. ഈ ഇപ്പോൾ കറണ്ട് പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെ എനിക്ക് ചെറിയ ചെറിയ ധാരണകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കല്ലായി എന്ന് പറഞ്ഞാൽ എനിക്ക് അപരിചിതമായ സ്ഥലമല്ല, എൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലം തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ DCC നമ്മുടെ കോൺഗ്രസ് പ്രവർത്തകർ എന്നെക്കാളും പാരമ്പര്യമുള്ള പ്രവർത്തകരാണ്, അവരെ തീരുമാനിക്കും. അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള പ്രത്യേക ഒരു ഒരുക്കം എന്ന് പറഞ്ഞാൽ അതങ്ങ് ഇറങ്ങുമ്പോൾ വരികയാണ്. നമുക്ക് മറ്റൊന്നല്ല, അത് ഞാനെന്ന സ്ഥാനാർത്ഥിയുടെ വിജയം മാത്രമല്ല ഞാൻ ലക്ഷ്യമാക്കുന്നത്. കോഴിക്കോട് UDF വരണം. കോഴിക്കോട് നഗരം ഈ പ്രാവശ്യം UDFൻ്റെ കയ്യിലേക്ക് കിട്ടണം. എങ്കിലും മാത്രം 45 വർഷമായിട്ടുള്ള ഒരു വളർച്ചയില്ലാത്ത അവസ്ഥയിൽ നിന്നൊരു മാറ്റം വരണം. അതെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഈ ഗതാഗത കുരുക്കുകളുടെ കാര്യത്തിലായാലും ഇപ്പോൾ പല ഒരു സാംസ്കാരിക നഗരം എന്നുള്ള കാര്യത്തിലായാലും ഒക്കെ അതിനു വേണ്ടിയുള്ള നമുക്ക് അതിനു വേണ്ടിയുള്ള ഒരു അഭിവൃദ്ധിയോ അല്ലെങ്കിൽ വളർച്ചയോ ഒന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ മാത്രമല്ല, നമ്മൾ കോഴിക്കോട് അല്ലെങ്കിൽ മലപ്പുറം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഫുട്ബോളിൻ്റെ ഒരു കേന്ദ്രമാണ്. സംഗീതം പോലെ ഫുഡിനെ പോലെ തന്നെ അതിന് മര്യാദയ്ക്കുള്ളൊരു ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു സ്റ്റേഡിയം പോലും കോഴിക്കോടില്ല എന്ന് പറയും. വളരെ ദുഃഖകരമായൊരു കാൽപന്തിൻ്റെ നാടാണിത്. അതുപോലും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു. അത് മാത്രമല്ല, പല കാര്യങ്ങളിലും നമുക്ക് ഇപ്പോൾ ഒരു സാംസ്കാരിക നിലയം എന്നുള്ള രീതിയിലോ അതുപോലെ തന്നെ ഒരു കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള ഒരു സ്ഥലങ്ങളോ അല്ലെങ്കിൽ ഒരു നാടകം അവതരിപ്പിക്കാൻ മര്യാദയ്ക്കൊരു തിയേറ്റർ ഒരു ഹാള് പോലും ഇല്ലാത്ത ഒരു നഗരമായി കാണിക്കും. ആകെയുള്ളത് കൊണ്ട് ഏതോ കാലത്ത് ഉണ്ടാക്കിയ ടൗൺ ഹാളാണ്, ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള സാധനമാണ്. അതൊന്ന് ചോർച്ചടിച്ചൊന്നല്ലാണ്ട് വേറെ ഒരു കാര്യം. കാരണം നാടക കലാകാരന്മാർക്കൊന്നും അതിനുള്ള അവസരങ്ങളില്ല. കലാകാരന്മാർക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു വേദി കോഴിക്കോടില്ല എന്നുള്ളത്. അത് സ്പോർട്സിലായാലും കലയിലായാലും ഒക്കെ തന്നെ ഒരു മൊത്തത്തിലൊരു വളർച്ച സ്തംഭിച്ച അവസ്ഥയാണ്. അതിന് മാറ്റം വേണം. ജനങ്ങളെ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ രാഷ്ട്രീയക്കാരനായിട്ടുള്ള ഒരു ലെവലിലൊന്നല്ല സംസാരിക്കുന്നത്. ഞാനൊരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ തന്നെ അല്ലെങ്കിൽ എനിക്ക് കോഴിക്കോടിൻ്റെ പല കാര്യങ്ങളിലും ഇടപെടുന്ന മനുഷ്യർ. ഇപ്പോൾ നമ്മളെ ഈ വെള്ളിമാട് കുന്ന് മാനാജർ റോഡിന് വേണ്ടി MGSൻ്റെ കൂടെ എത്രയോ സമരങ്ങൾ പങ്കെടുത്തതാണ് ഞാൻ. ഇത്ര കാലങ്ങൾ യുദ്ധം ചെയ്തിട്ടാണ് ഇപ്പോൾ ചെറിയ പണി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ പല കാര്യങ്ങളും ഇവിടെ ചെയ്യാനുണ്ട്. പലതും എന്നാൽ റോഡ് വികസനവും കാര്യങ്ങളൊക്കെ എത്രയോ കാലമായി നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വികസനത്തിനും ഇതിൻ്റെ കോഴിക്കോടിൻ്റെ ഒരു മറ്റുള്ള നഗരങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒരു വളർച്ച ഇല്ലാതെ ഒരു എവിടെയോ നിശ്ചലമായി പോയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒന്ന് മാറുന്നത്. നമ്മുടെ തീരദേശ ടൂറിസവും കാര്യങ്ങളും കല്ലായിയുടെ ബ്യൂട്ടിഫിക്കേഷനും ഒക്കെ എൻ്റെ മനസ്സിലുണ്ട്. ഇതാണ് എൻ്റെ ഇങ്ങനത്തെ ഇത്തരം കാര്യങ്ങളിലെ ഈ ഒരു തളർച്ച ഒരു ഉന്മേഷത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഒരു സ്ഥാനാർത്ഥിത്വത്തിന് സമ്മതിച്ചിരിക്കുന്നത്. അതുകൊണ്ട് UDF മൊത്തത്തിൽ വന്നാൽ മാത്രമേ ഇതിന് ഗുണമുള്ളൂ, അല്ലെങ്കിൽ കാര്യമില്ല. അപ്പോൾ ജനങ്ങളത് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു മനസ്സോടുകൂടി അങ്ങനെ ഭരണ വിരുദ്ധത ജനങ്ങളുടെ മനസ്സിലുണ്ടെന്ന് എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് സർക്കിളിൽ നിന്നൊക്കെയുള്ള ഫീഡ്ബാക്കിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്ഥാനാർത്ഥിത്വം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് സമീപിച്ചപ്പോൾ എന്ത് തോന്നി? ആദ്യം ഞാൻ അന്താളിച്ചു, കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. ഞാൻ സർപ്രൈസ് ഞാൻ അന്തം വിട്ടു എന്ന് പറയുന്നതന്നെ നല്ലത്. ഞാൻ സർപ്രൈസ്ഡ് ആയത് മാത്രമല്ല, ഞാൻ അടുത്ത സിനിമേൻ്റെ വർക്കിലും എഴുത്തിലും കാര്യങ്ങളിലൊക്കെ ഇരിക്കുന്ന സമയമാണ്. ഡിസ്കഷൻ കാര്യങ്ങൾ നടന്നു പോകുന്ന സമയം. ഇതിനിടയ്ക്ക് ഇത് വന്ന് കയറിയപ്പോൾ ഞാൻ 100 വട്ടം ചിന്തിച്ചു ഞാൻ കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നി സിനിമ ഇപ്പം നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള സിനിമകളൊന്നുമല്ല നടക്കുന്നു ഒന്നും. പിന്നെ സിനിമ ചെയ്തല്ലോ കുറേയൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകളൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ എൻ്റെ സിനിമകൾ തിയേറ്ററിൽ വന്ന് സഹകരിച്ചിട്ട് വിജയിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അല്ലാണ്ട് വെറും സിനിമ പണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമൊന്നല്ല നമ്മളെ ജീവിത ഉദ്ദേശം. എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയണം. അപ്പോൾ അത് അങ്ങനെ ഒരു ചിന്ത വന്നപ്പോഴാണ് ഞാൻ കുറേ എൻ്റെ രാഘവേട്ടനും MP രാഘവേട്ടനും അതുപോലെ തന്നെ പ്രവീണും രമേശ് ജിയൊക്കെ എന്നെ വിളിച്ചു, രമേശ് ചെന്നിത്തല ഇതൊക്കെ വിളിച്ച് സംസാരിച്ചപ്പോൾ
എനിക്ക് തോന്നി അപ്പം ഞാൻ ഇത് അർഹതപ്പെട്ട ഒരാളാണെന്ന് അവർക്ക് എങ്ങനെ തോന്നി, അവർക്ക് തോന്നിയില്ല. അത് മാത്രമല്ല, ഒരു സ്ഥാനത്തേക്ക് എന്നെ തിരഞ്ഞെടുക്കണമെങ്കിൽ അവർക്ക് ഒരു പൊതുജനസമ്മതിയുടെ ഒരു വ്യക്തിയാണ് തോന്നിയുകൊണ്ടാണല്ലോ എടുക്കുന്നത്. വെറും സിനിമാക്കാരനായതുകൊണ്ടല്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോഴും കുറേ ചിന്തിച്ചു അതിന് ഞാൻ പിന്നെ തീരുമാനിച്ചു, ഒന്ന് നോക്കാം, ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ, ആ ഒരു മാറ്റത്തിൻ്റെ ഒരു ഭാഗമാകാൻ എനിക്കും കഴിഞ്ഞെങ്കിൽ അത് കോഴിക്കോടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ, അല്ലെങ്കിൽ കോഴിക്കോട് ജനതയോട് ചെയ്യുന്ന ഏറ്റവും വലിയ നല്ലൊരു കാര്യമല്ലേ എന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു. അതോടുകൂടി എൻ്റെ സർപ്രൈസൊക്കെ പോയി. കുടുംബ പ്രേക്ഷകർക്കുള്ളിൽ ഇപ്പോഴും VM വിനു ഉണ്ട്. ഇപ്പോൾ വേഷമാണെങ്കിലും ബാലേട്ടനാണെങ്കിലും അതുപോലുള്ള മകൻ്റെ അച്ഛനാണെങ്കിലും ഇത്തരത്തിലുള്ള ചിത്രങ്ങളെല്ലാം തന്നെ കുടുംബ പ്രേക്ഷകരെയാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ കഴിഞ്ഞത്. അതെല്ലാം ആ ഒരു സംവിധായകൻ എന്നുള്ള രീതിയിലും ഒരു പൊതുപ്രവർത്തകനിലേക്ക് മാറുമ്പോൾ ആ ഒരു ഇഷ്ടം ജനങ്ങൾ ഒരു പരിധി വരെ വോട്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഞാൻ ചെയ്തിരിക്കുന്നതൊക്കെ മനുഷ്യബന്ധങ്ങളുടെയും കുടുംബബന്ധങ്ങളുടെ കഥയാണ്. പിന്നെ അതുപോലെ തന്നെ സമൂഹത്തിൽ നിൽക്കുന്ന ചില അനീതികൾക്കെതിരെ നമ്മൾ ആ സിനിമ കണ്ടു കൊടുക്കുക. വെറും അങ്ങനെയല്ലാതെ പരാമർശിച്ച് പോകാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. യുവർ ഓണറൊക്കെ അതിൻ്റെ വലിയൊരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ യുവർ ഓണർ ശരിക്കും കോഴിക്കോടിൻ്റെയാണ്, ഇവിടുത്തെ ഐസ്ക്രീം പാർലറുമായിട്ട് വലിയ ബന്ധമുള്ളൊരു സിനിമ കൂടിയാണല്ലോ. എല്ലാം കൂടി വെച്ചിട്ടാണ് നമ്മൾ കളിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റിൻ്റെ ഒരു പരിചയം തന്നെ നമ്മൾ വേഷത്തിനോട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ബസ് കണ്ടക്ടർ, അങ്ങനെയൊക്കെയുള്ള സിനിമകൾ ചെയ്യുമ്പോഴും ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് തന്നെ ജനങ്ങളെ വിജയിപ്പിച്ചതുകൊണ്ട് അവരെ മനസ്സിൽ ഞാനുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ തിരിച്ചറിയുന്ന മറ്റൊന്നുമല്ല. ഞാൻ ഈ പാളയത്തുകൂടിയും മാനാഞ്ചിറയിൽ കൂടിയും ബീച്ചിൽ കൂടിയൊക്കെ നടക്കുന്ന സമയത്ത് അടുത്ത പടപ്പോഴും ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു സ്നേഹത്തോട് തിയേറ്ററിൽ സിനിമ കണ്ട് ഇറങ്ങുമ്പോഴും പറയും, പിന്നെ ചേട്ടാ എന്താ എപ്പോഴാണ് നിങ്ങളെ സിനിമ വരിക എന്ന് ചോദിക്കും ചെറുപ്പക്കാരുണ്ട് ഇപ്പോഴും. അപ്പോൾ അവരുടെ അമ്മമാരുടെ ഫാമിലിയിൽ ഞാൻ അവരുടെ ഒരു മെമ്പറായിട്ട് തന്നെ എന്നെ അവർ അംഗീകരിച്ചിട്ടുണ്ട്. ആർക്കും ഒരു ദോഷം ചെയ്യുന്നതോ അല്ലെങ്കിൽ മുഷിപ്പിക്കുന്ന സിനിമകൾ ചെയ്യേണ്ട അവസ്ഥ എനിക്ക് വന്നില്ല. അത്തരം സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും അവരുടെ കുടുംബ പ്രേക്ഷകരുടെ അല്ലെങ്കിൽ കുടുംബങ്ങളുടെ ഒരു സപ്പോർട്ട് എനിക്ക് തീർച്ചയായിട്ടും കിട്ടുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കല്ലായി ഡിവിഷൻ്റെ ഒരു വികസനം അത് എങ്ങനെയാണ് കാണുന്നത്? ഈ കല്ലായി വിജയിച്ചു കഴിഞ്ഞാൽ കല്ലായിയിലെ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്? കല്ലായിലെ വികസനം എന്ന് പറയുമ്പോഴേ നമ്മൾ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് പാരമ്പര്യമുള്ളൊരു മണ്ഡലമാണ്. VK കൃഷ്ണമേനോനും അതുപോലെ തന്നെ KP ഉണ്ണീഷനൊക്കെയുള്ള അത്രയും ഒരു കോൺഗ്രസിൻ്റെ പാരമ്പര്യമുള്ളൊരു മണ്ണാണ് അത്. എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം അവിടുത്തെ റോഡ് വികസനം തന്നെ. അപ്പോൾ എൻ്റെ മനസ്സിലുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മാനാഞ്ചിറം വരെ നിന്ന് കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ടുള്ള ഒരു റോഡ് വികസനം, കല്ലായിലൂടെയുള്ള റോഡ് വികസനം എന്ന കാര്യങ്ങൾ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലുപരിയായിട്ട് നമ്മളുടെ കോഴിക്കോടിൻ്റെ ഏറ്റവും മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന ഒരു നദിയാണ് അല്ലെങ്കിൽ ഒരു പുഴയാണ് കല്ലായിപ്പുഴ എന്ന് പറയുന്നത്. അത് നശിച്ച് നാമാവശേഷമായി കിടക്കുകയാണ്. പരിതാപകരമായ അവസ്ഥയാണ്. അതൊരു പുനരുജ്ജീവിപ്പിച്ചിട്ട് അത് ടൂറിസത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റി അതിൻ്റെ തീരങ്ങളെല്ലാം അല്ലെങ്കിൽ അത് അനധികൃതമായി കയ്യിലാക്കിയിരിക്കുന്ന എല്ലാം പിടിച്ചെടുത്ത് ആ പുഴ നവീകരിക്കാനുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. കാരണം ഞാൻ അവിടെയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. കാലങ്ങൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്തപ്പോൾ ഇപ്പോൾ ആ പുഴ കാണുമ്പോഴൊക്കെ സങ്കടം തോന്നും. ഇപ്പോൾ പുഴയുടെ ചെറിയൊരു ആത്മാവ് മാത്രമേ അവിടെ ഉള്ളൂ. അത് നവീകരിക്കണം അവിടെ ജനങ്ങൾക്ക് വേണ്ടി. അതുപോലെ കല്ലായി ജനങ്ങൾ കച്ചവടക്കാർക്കും അവർക്കെല്ലാം അവരുമായിട്ട് ഞാൻ സംവദിക്കും. അവരെ ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് അവരായിട്ട് ഇൻട്രാക്ഷനിലൂടെ ഞാൻ അവരുടെ ആവശ്യങ്ങൾ ഞാൻ മനസ്സിലാക്കും. മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടി വെറുതെ ഒരു പ്രഖ്യാപനങ്ങൾ നടത്തി വോട്ട് പിടിക്കുന്ന ആ ഉദ്ദേശത്തോടു കൂടിയല്ല ഞാൻ ഇറങ്ങുന്നത്. അത് UDF തന്നെ ഈ പ്രാവശ്യം തിരിച്ചു പിടിക്കണമെന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ കല്ലായിയുടെ അവിടുന്ന് ജയിച്ചു കഴിഞ്ഞാൽ, കാരണം ഒരു UDFന് മൊത്തം കിട്ടിക്കഴിയണം ഭരണം കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാഗ്രഹിക്കുന്നത് ഈ കല്ലായിയുടെ നവീകരണം എന്നുള്ള കാര്യത്തിൽ ഞാൻ വളരെ ഫോക്കസ് ചെയ്യുന്നുള്ള ഉറപ്പാണ്. എന്തായാലും ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി. എല്ലാവിധ ആശംസകളും. ഏതായാലും കൃത്യമായും കല്ലായിയെക്കുറിച്ചും കോഴിക്കോടിനെ കുറിച്ചും വ്യക്തമായ ഒരു കാഴ്ചപ്പാടും ആസൂത്രണവും ഉള്ള ഒരാൾ കൂടിയാണ് VM വിനു. അദ്ദേഹത്തെ ഒരു സിനിമാക്കാരൻ എന്നുള്ള രീതിയിൽ മാത്രം അല്ല കാണേണ്ടത്, അതിനപ്പുറത്തേക്ക് ഒരു പൊതുപ്രവർത്തകനായി കഴിഞ്ഞാൽ എങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് സംബന്ധിച്ചാണ് അദ്ദേഹം ഇപ്പോൾ നമ്മോട് പങ്കുവച്ചത്. ക്യാമറാമാൻ അമർജിത്ത് കൽപ്പറ്റയ്ക്കൊപ്പം S വിരേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്.